വിതുര മൈത്രേയ സംവാദം, ശുഗപരീക്ഷിത സംവാദം, ബ്രഹ്മനാരദ സംവാദം, അങ്ങനെ ഒരുപാട് തരത്തിലാണ് ഭാഗവതം പോകുന്നത്. അതിൽ ഈ സമയത്ത് വിതുര മൈത്രേയ സംവാദം, അങ്ങനെയാണ് കഥകൾ മുന്നോട്ട് പോകുന്നത്. ഓരോ സ്കന്ധത്തിലെത്തുമ്പോഴും ഇതിന് മാറ്റം വരും. സപ്തമ സ്കന്ധത്തിലൊക്കെ മാറ്റം വരും. ഈ സമയത്ത് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ സ്വയംഭൂ മനുവിനോടും ശതരൂപാദേവിയോടും പറഞ്ഞ സമയത്ത് സൃഷ്ടി നടത്തണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേണം. ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു. ഈ സമയത്ത് ഭൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞു രാവിലെ. അപ്പോ അടുത്ത ചോദ്യം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ഭൂഗോളം എവിടെയാണ് എന്ന് ചോദിച്ചു. ഭൂമി കാണാനില്ല എന്ന് പറഞ്ഞു. ഭൂമി എവിടെ പോയി എന്നാണ് ചോദ്യം. ഭൂമിയെ ഹിരണ്യാക്ഷൻ എന്ന പേരുള്ള ഒരു അസുരൻ രസാതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറഞ്ഞത്. ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചു അദ്ദേഹം. ആ സമയത്താണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് ഓരോ ചോദ്യങ്ങൾ വരും, സംശയങ്ങൾ. അങ്ങനെയാണ് ഭാഗവതത്തിന്റെ പോക്ക്. അങ്ങനെയാണ് ചോദ്യം, അതിന് ഉത്തരം. അടുത്ത ചോദ്യം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചത് ഹിരണ്യാക്ഷനാണെങ്കിൽ ആരാണ് ഹിരണ്യാക്ഷൻ? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ കഥ പറയാൻ തുടങ്ങി. ഹിരണ്യാക്ഷനെ കുറിച്ചുള്ള കഥ അതാണ് എനിക്ക് പറയാൻ തുടങ്ങി. പറയാണ്, ദിനീദേവിക്കും കശ്യപ പ്രജാപതിക്കും ഉണ്ടായ 2 മക്കളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന് പറഞ്ഞു നിർത്തി. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹ രൂപത്തിൽ വന്ന് മോക്ഷം കൊടുത്തു. ഹിരണ്യകശിപു എന്ന് പറയുന്ന സഹോദരനെ നരസിംഹ രൂപത്തിൽ വന്ന് അദ്ദേഹം മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. ആദ്യം ഹിരണ്യാക്ഷനെ കുറിച്ച് ചോദിച്ചു. ഹിരണ്യാക്ഷന്റെ കഥ, ചരിത്രം പറയാൻ തുടങ്ങി. ദിനീദേവി കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് ഗായത്രി ജപമൊക്കെ ചെയ്തിരിക്കുന്ന സന്ധ്യാവേളയിൽ പത്നിയായിട്ടുള്ള ദിനീദേവി അദ്ദേഹത്തിനെ കാമാസക്തിയോടുകൂടി സമീപിച്ചു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സന്ധ്യ എന്ന് പറയുന്നത് മഹാദേവന്റെ സഞ്ചാരമുള്ള സമയമാണ്.